Hi. Now we will discuss other principles. There is the matching principle. Generally accepted principles അടുത്ത പ്രധാനപ്പെട്ട principle ആണ് matching principle. എന്താണ് matching principle? രണ്ട് കാര്യങ്ങൾ മാച്ച് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എന്താണത്? റവന്യൂ കോസ്റ്റ്. റവന്യൂ കോസ്റ്റും എക്സ്പെൻസ്. അപ്പോൾ ഇൻകം എക്സ്പെൻസ്, വരവ് ചെലവ്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടി കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു പീരിയോഡിക് റവന്യൂ മൈനസ് പീരിയോഡിക് കോസ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏൺ ചെയ്യുന്ന റവന്യൂ മൈനസ് ആ ഫിനാൻഷ്യൽ ഇയറിലെ കോസ്റ്റ്, എക്സ്പെൻസ്. ഈ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി എക്സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇതാണ് പീരിയോഡിക് റവന്യൂ മൈനസ് പീരിയോഡിക് കോസ്റ്റ്. റവന്യൂ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റവന്യൂ ഏൺ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എപ്പോഴാണെന്ന് പറഞ്ഞു. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പീരിയോഡിക് കോസ്റ്റ്. ആ പർട്ടിക്കുലർ പീരീഡിൽ, ആ ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ്, എത്ര ചെലവുണ്ടായി എന്നാണ്. ചെലവുണ്ടാവുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഒരു ഇയറിൽ നമ്മൾ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ 1,20,000 rupees ആണ് എന്ന് വിചാരിക്കുക. ഒരു മന്തിൽ 10,000 rupees. അങ്ങനെ 12 monthsന് 1,20,000 rupees സാലറി ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഇയർ എൻഡായി 12 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ 1,10,000 കൊടുത്തിട്ടുള്ളൂ 31st മാർച്ച്. അപ്പോൾ ഒരു മാസത്തെ മാർച്ച് മാസത്തെ ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് അടുത്ത വർഷം തരാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നു, ഈ കൊല്ലം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യണം, വരവെന്ന് ചെലവ് മൈനസ് ചെയ്യണം. അങ്ങനെ ഒരു ചെലവാണ് സാലറി. അപ്പോൾ സാലറി എത്ര രൂപ എടുക്കും, എത്ര രൂപ ചെലവായിട്ട് കാണിക്കണം? 1,10,000 എടുക്കണോ 1,20,000 എടുക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻസർ 1,20,000 ആണ്. കൊടുത്തത് 1,10,000 ആണ്. പക്ഷേ നമുക്ക് കിട്ടിയ ബെനിഫിറ്റ്, അയാളുടെ സർവീസ് ബെനിഫിറ്റിൻ്റെ വാല്യൂ 1,20,000 ആണ്. അയാൾ ആ 10,000 പണിയും ചെയ്ത് കഴിഞ്ഞു. ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ അത് ഇക്കൊല്ലത്തെ എക്സ്പെൻസ്. അതാണ് പീരിയോഡിക് കോസ്റ്റ്. അത് ഈ പീരീഡിലെ കോസ്റ്റാണ്. ക്യാഷ് കൊടുക്കുന്നത് അടുത്ത പീരീഡിലാണെങ്കിലും ഈ പീരീഡിലെ കോസ്റ്റാണ്. അതേസമയം നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ച് നോക്കൂ. ഇതേ എംപ്ലോയിക്ക് സാലറി 1,20,000 ആണ് ഒരു ഇയറിൽ കൊടുക്കേണ്ടത്. ആ 1,20,000 കൊടുത്തിട്ട് അയാൾ ഒരു 30,000 കൂടി നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങി, അഡ്വാൻസ് വാങ്ങി എന്ന് വിചാരിക്കുക. അതായത് മൊത്തം അയാൾക്ക് 1,50,000 കൊടുത്തു. 30,000 rupees ഒരിക്കലും ഇക്കൊല്ലത്തെ എക്സ്പെൻസ് അല്ല. കാരണം അതിൻ്റെ സർവീസ് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല, പൈസ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ 1,20,000 തന്നെയാണ് എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടത്. സോ മാച്ചിങ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് പീരിയോഡിക് റവന്യൂ മൈനസ് പീരിയോഡിക് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, ഓർ യു ക്യാൻ കോൾ ഇറ്റ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. വാട്ട് യു മീൻ ബൈ ദാറ്റ്? പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുമ്പോൾ ആക്ച്വൽ ലോസസിന് പുറമെ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് കൂടി പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് കൂടി നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ബട്ട് നെവർ ആൻറ്റിസിപ്പേറ്റ് ഗെയിൻസ്. ആൻറ്റിസിപ്പേറ്റഡ് ഗെയിൻസ്, എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗെയിൻസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതായത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ യഥാർത്ഥ നഷ്ടങ്ങൾ മാത്രമല്ല, പ്രതീക്ഷിക്കുന്ന നഷ്ടങ്ങൾ കൂടി പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ലാഭം എഴുതി വയ്ക്കാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ വർഷം കടമായിട്ട് സാധനങ്ങൾ വിറ്റു. ഒരു 1,00,000 rupees ഗുഡ്സ് ക്രെഡിറ്റിന് വിറ്റു. അതിൻ്റെ പൈസ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുള്ളൂ, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇക്കൊല്ലം പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മളുടെ പ്രോഫിറ്റിൽ ഈ 1,00,000 പ്രോഫിറ്റ് കൂടി റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ക്രെഡിറ്റിന് വിറ്റ ഇതിൻ്റെ പ്രോഫിറ്റും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഇക്കൊല്ലത്തെ പ്രോഫിറ്റ് വരിക. പ്രശ്നം എന്താണ്? അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആവുമ്പോൾ ഒരു പക്ഷേ ഈ 1,00,000 ഒരു 20,000 rupees നമുക്ക് കിട്ടാതെ പോകുന്നു. ഇത് തരേണ്ട കസ്റ്റമർ, അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മോശമാവുന്നു, അയാൾ ആ എമൗണ്ട് തരാൻ പറ്റാതെ വന്നാൽ അത് ബാഡ് ഡെറ്റ് ആവും. പക്ഷേ അത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു പ്ലേ സേഫ്, വളരെ സുരക്ഷിതമായിട്ട് കളിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ കുറച്ചുകൂടി പ്രിക്കോഷൻ എടുക്കുകയാണ്. ഇത്ര എമൗണ്ട് ചിലപ്പോൾ ബാഡ് ഡെറ്റായി മാറാം എന്ന് പറഞ്ഞ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ലോസ് അതൊരു റീസണബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ നാളെ ഇത് ലോസ് ആയാലോ എന്ന ഒരു അസംഷനിൽ നമ്മളൊരു എമൗണ്ട് മാറ്റി വയ്ക്കണം. അതിനെയാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയും. വേറെ എക്സാമ്പിൾ പറയാം.
ഇപ്പോൾ നമുക്ക് ഒരു വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യും. നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്? ഒരു വർഷം ഗുഡ്സ് വിറ്റ് ബാക്കി വരുന്ന സാധനമാണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ റെക്കോർഡ് ചെയ്യും? കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. ആ സ്റ്റോക്കിൻ്റെ ഒറിജിനൽ വില 20,000 ആണ്. പക്ഷെ മാർക്കറ്റിൽ ഇപ്പോൾ വിറ്റാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വില 15,000 ആണെങ്കിൽ അതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 15,000 എഴുതാൻ പാടുള്ളൂ. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു അസറ്റാണ്. അതിൻ്റെ വാല്യൂ കൂടുന്തോറും നമ്മുടെ പ്രോഫിറ്റ് കൂടുതൽ വരും. അപ്പോൾ അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ കുറവാണ് എന്ന് കണ്ടാൽ വരാൻ പോകുന്നൊരു നഷ്ടം നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിച്ച് ആ കുറഞ്ഞ വിലയാണ് നമ്മളവിടെ കാണിക്കുക. അപ്പോൾ എക്സ്പെക്റ്റഡ് ലോസസ് ആണ് നമ്മളവിടെ എഴുതി വയ്ക്കുന്നത്. പക്ഷെ ഒരിക്കലും എക്സ്പെക്റ്റഡ് ഗെയിൻ എഴുതി വയ്ക്കാൻ പാടില്ല. ഒരാൾ നമുക്ക് അഡ്വാൻസ് തന്നതുകൊണ്ട് ഒരിക്കലും നമുക്കത് ഗെയിനായിട്ട് മുൻകൂട്ടി എഴുതി വയ്ക്കാൻ പറ്റില്ല. സോ നെവർ record anticipated gain, always record anticipate loss. This is conservatism principle or prudence principle. അടുത്തായിട്ട് പഠിക്കുന്നത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആണ്. എന്താണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടൻസിയിൽ പല മെത്തേഡ്സ് ഉണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ. അക്കൗണ്ടിങ് പോളിസി എന്ന് പറയും. അത് സെയിം മെത്തേഡ് ഇയർ ആഫ്റ്റർ ഇയർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ദ സെയിം അക്കൗണ്ടിങ് പോളിസി ഷുഡ് ബി ഫോളോഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ. നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പം ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ഉണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ? 2 മെത്തേഡ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇപ്പോൾ 1 lakh റുപ്പീസിൻ്റെ ഒരു മെഷീനറി വാങ്ങി. ആ 1 lakhൻ്റെ മെഷീനറി വാങ്ങിയാൽ അതിന് 10% ഡിപ്രീസിയേഷൻ 10,000 റുപ്പീസ്. എല്ലാ ഇയറിലും ഈ 10,000 തന്നെ കണ്ടിന്യൂ ചെയ്ത് വരികയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അതേസമയം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇയറിൽ 1 lakhൻ്റെ 10% 10,000, പിന്നെ അത് മൈനസ് ചെയ്ത് 90,000, ആ 90,000ൻ്റെ 10% 9,000. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ്. ആസറ്റിൻ്റെ ലൈഫ് പീരീഡ് മുഴുവൻ ഒരേ മെത്തേഡ് യൂസ് ചെയ്ത് വരണം. ഇടയ്ക്ക് വെച്ച് മെത്തേഡ് റീസൺസ് ഇല്ലാതെ മാറ്റാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ മാറ്റേണ്ടി വരികയാണെങ്കിൽ അത് ബാക്ക് ഡേറ്റ് തൊട്ട് മാറ്റി വരണം. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഒരു 3 വർഷം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തു. 4th ഇയറിൽ നമുക്ക് ആ മെത്തേഡ് തെറ്റാണെന്ന് തോന്നിയിട്ട് നമ്മളത് മാറ്റാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ കൊണ്ടുവരണം. അതായത് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ മെത്തേഡ് മാറ്റി കൊണ്ടുവരുന്ന രീതിയിൽ അതിൽ പ്രോഫിറ്റിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ലേ? തീർച്ചയായിട്ടും ചേഞ്ച് ചെയ്യാം. 3 സാഹചര്യങ്ങളിലാണ് മെത്തേഡ് ചേഞ്ച് ചെയ്യുക. 1, when there is a change in law. 2, when there is a change in accounting standard. And 3, when we feel that the existing method is not fair to find out profit. ഈ 3 സാഹചര്യങ്ങളാണ്. ലോ മാറിയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ തരുന്ന ഗൈഡ് ലൈൻസിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് പ്രകാരം മെത്തേഡ് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് നിലവിലുള്ള മെത്തേഡ് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നില്ല, ബെറ്റർ മെത്തേഡ് അല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, ഈ 3 സാഹചര്യത്തിൽ നമുക്ക് മെത്തേഡ് ചേഞ്ച് ചെയ്യാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. അപ്പോഴേ നമുക്ക് കമ്പാരബിലിറ്റി പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട 3 പ്രിൻസിപ്പിൾസ്. ദാറ്റ് ഈസ് മാച്ചിങ്, കൺസർവേറ്റിസം ആൻഡ് കൺസിസ്റ്റൻസി. അടുത്ത പ്രിൻസിപ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay.